ഹലോ, ഞാൻ മീനു. ഞാനിങ്ങനെ ഓരോ സെൽഫി ഇങ്ങനെ ഫോൺ ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചു ചോദിച്ചേ, അമ്മ ഇഷ്ടം പോലെ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ സ്റ്റാൻഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അമ്മ ഇതൊക്കെ എന്നാ കാണിക്കാനാണ് വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡിലിരുന്ന് വീഡിയോ എടുക്കത്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, ഞാൻ ഇഷ്ടം പോലെ സ്റ്റാൻഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എന്നാൽ പിന്നെ സ്റ്റാൻഡിൽ തന്നെ ഇരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ ഇങ്ങനെ എന്താ പറയുക സെൽഫിയുടെ സമുദ്രം എന്നാ പറഞ്ഞാൽ എന്തോ ഒരു പേര് പിടിച്ചുകൊണ്ട് നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നാളെ ഇപ്പം എൻ്റെ മക്കൾക്ക് നാളെ ഓൺ എക്സാം തുടങ്ങുവാണ്. അപ്പം അത് കാരണം ഭയങ്കര പഠിപ്പിസ്റ്റാണ്, പഠിക്കുവാണ് എൻ്റെ മക്കളിരുന്ന് പഠിക്കുവാണ്. ഇതാണ് എൻ്റെ ചെറിയ വീട്, മൈ ഹൗസ്. എന്താ പറയുക, ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. ഞാനും എൻ്റെ ഈ രണ്ട് കുടുംബന്മാരും പിന്നെ ഹസ്ബൻഡുണ്ട്. അപ്പം ഇച്ചു ഇങ്ങോട്ട് നോക്കിയേ, അമ്മ കൂടെ ഇരിക്കട്ടെ. നാളെ എന്താ വിഷയം? മലയാളം ഫസ്റ്റ് ആണ്. നാളെ പഠിക്കാൻ പോകണോ? പഠിപ്പിലാണോ? ഇച്ചൂട്ടൻ പഠിക്കുന്ന ഏത് സ്കൂളിലാ? അത് വേണ്ട, അത് പറയണ്ട. പറയണോ? വേണ്ട, സർപ്രൈസ്. ഇച്ചിട്ട് നന്നായിട്ട് പഠിക്കോ? അമ്മയുടെ മുത്ത് നന്നായിട്ട് പഠിക്കോ? നോർമലാണ്. ഒരാള് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അപ്പോൾ പഠിച്ച് രാവിലെ തൊട്ട് ഈ നേരം വരെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മ ഞാൻ പഠിച്ച് മടുത്തു, എനിക്ക് പനിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ തൊട്ട് നോക്കിയപ്പം ചെറിയ പനിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം പനിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇതേ കണ്ടോ, പൊന്നൂസേ ഇങ്ങോട്ട് നോക്കിയേ, പനി എൻ്റെ മോന്. പൊന്നു ഇങ്ങോട്ട് നോക്കിയേ, എന്നാ പറ്റിയ നമ്മുടെ കൊച്ചിന്? പൊന്നുവേ, ഇത് എന്ത് പനിയെന്നറിയോ? കള്ളപ്പനി. എന്ത് പനിയാ പൊന്നു? കള്ളപ്പനി. പഠിക്കാതിരിക്കാനുള്ള കള്ളപ്പനി. ഇവിടെ നാളെ എക്സാം ഉണ്ട്. അപ്പം ഇത്രയും നേരം പഠിച്ചു മടുത്തു, പനിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ചെറിയ ചൂടുണ്ടെന്ന് പറഞ്ഞു. പനിക്കുന്നുണ്ടോ ശരിക്കും? പനിയാണെങ്കിൽ നാളെ എക്സാം എഴുതാൻ ഞാൻ കൊണ്ടുപോകും കേട്ടോ, അത് വേറെ കാര്യം. ഇങ്ങോട്ട് നോക്കിയേ, ഇച്ചൂട്ടൻ്റെ അമ്മ ഗൾഫിലായിരുന്നപ്പോൾ, അമ്മ ബഹ്റൈനിലായിരുന്നപ്പോൾ ഇച്ചൂട്ടൻ അമ്മയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നോ? കാണാറില്ല? ദൈവമേ, അമ്മയുടെ വീഡിയോ കാണാറില്ലേ? ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ നാട്ടുകാരും ഉണ്ട്, എൻ്റെ വീട്ടുകാരും വരെ എല്ലാവരും പറഞ്ഞു, മീനു ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, നല്ല രസമുണ്ട്, നല്ല ഫ്രണ്ട്സാണ്, നന്നായിട്ട് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ മക്കളും പിന്നെ എൻ്റെ അമ്മായിമ്മ ഫാമിലി അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞു അവർ വീഡിയോ കാണാറ് പോലുമില്ല. നല്ല കാര്യം, അത് കാരണം അവരുടെ അഭിപ്രായം എനിക്ക് കേൾക്കേണ്ടി വന്നില്ല. അപ്പം ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ മക്കള്. ഇങ്ങനെ കൊച്ചു സന്തുഷ്ടമായ കുടുംബം, കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകണു. ദൈവം അനുഗ്രഹിച്ച് ഇൻഷാ അല്ലാഹ് ദൈവം ഇനി മുന്നോട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പം ബൈ.